റിച്ചൂസിൻ്റെ ചോറൂണ് പറശ്ശിനിക്കടവ് നിന്നായിരുന്നു കേട്ടോ. അപ്പോൾ അന്നാണ് ഞങ്ങൾ അവസാനമായിട്ട് പറശ്ശിനിക്കടവ് പോയത്. പിന്നെ അച്ഛൻ നാട്ടിലില്ല. അച്ഛൻ നാട്ടിൽ വരുമ്പോൾ ഒക്കെ പോകണമെന്ന് വിചാരിക്കും. പക്ഷേ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഞങ്ങൾക്ക് പോകാൻ പറ്റാറില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്രാവശ്യം അച്ഛൻ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾക്ക് പോകാൻ പറ്റി. ജനുവരി 25-നായിരുന്നു കേട്ടോ ഞങ്ങൾ പറശ്ശിനിക്കടവ് പോയത്. രാവിലെ ഒരു 6 മണിയൊക്കെ ആയപ്പം തന്നെ ആൾ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ. നേരത്തെ ഇറങ്ങണമെന്ന് വിചാരിച്ചു, പക്ഷേ എല്ലാവരും ഒരുക്കാൻ കഴിയുമ്പോഴേക്ക് സമയം അങ്ങ് പോയി. 6 മണിയായിട്ടോ. അപ്പോൾ ഞങ്ങളൊരു 9 മണിയാകുമ്പോഴേക്ക് തന്നെ അമ്പലത്തിലെത്തിയിരുന്ന്. ഞങ്ങൾ വണ്ടിയിലാണ് കേട്ടോ പോയത്. അങ്ങനെ അമ്പലത്തിലെത്തി. അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ. എന്താണെന്നറിയില്ല, തിരക്കൊക്കെ കുറവായിരുന്നു കേട്ടോ. ഞങ്ങൾ കാല് കഴുകി അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി. പക്ഷേ അമ്പലത്തിൽ പരിപാടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പകലുണ്ടാവാറുണ്ടോയെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പക്ഷെ ഞങ്ങൾ പോയ സമയത്ത് അമ്പലത്തിൻ്റെ ഉള്ളിൽ പരിപാടിയൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ അമ്പലം ഒന്ന് പ്രാർത്ഥിച്ച് പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ പ്രസാദം കഴിക്കാൻ വേണ്ടി പോയിട്ടോ. മമ്പയറും തേങ്ങാക്കൊത്തും എപ്പോഴുള്ള പ്രസാദം തന്നെ. ചായ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ചായ വാങ്ങിയിട്ടില്ല. അങ്ങനെ മമ്പയറും തേങ്ങാക്കൊത്തും കഴിച്ച് എല്ലാവരും പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒന്നും കഴിക്കാണ്ട് വന്നതുകൊണ്ട് തന്നെ. പിന്നെ ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളെല്ലാവരും മസാല ദോശയാണ് കേട്ടോ വാങ്ങിയത്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ബോട്ടൊക്കെ നിർത്തിയിടത്തേക്ക് പോയിട്ടോ. അപ്പോൾ റിച്ചൂസിന് ഇങ്ങനെ ബോട്ട് കയറണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചെല്ലാം അവൻ പറഞ്ഞിരുന്നു. ബോട്ട് കയറണോ അച്ഛൻക്കിന്ന് ബോട്ട് കയറണം എന്ന് അവൻ പറഞ്ഞിരുന്നത്. അയാൾ ബോട്ട് കയറ്റാൻ വിചാരിച്ചിട്ടോ. ഈ സർക്കാരിൻ്റെ ഒരു ബോട്ടുണ്ട് അവിടെ ഓടുന്നത്. പക്ഷേ ഞങ്ങൾക്ക് അതിൽ കയറാൻ പറ്റിയില്ല. അപ്പോഴത്തേക്ക് അതങ്ങ് പോയിട്ടോ. അങ്ങനെ ഞങ്ങൾ സാധാരണ ഒരു ബോട്ടിലാണ് കയറിയത്. ഞാനും ഏട്ടനും റിച്ചൂസ് മാത്രമാണ് കേട്ടോ കയറിയത്. അച്ഛനും അമ്മയൊക്കെ പറഞ്ഞു ഞങ്ങൾ കയറുന്നില്ല. പിന്നെ അത് അവിടെ മാത്രം ചുറ്റിക്കളിക്കുന്നതായതുകൊണ്ട് അവർ കയറിയില്ല കേട്ടോ. ഞങ്ങൾ അവനെ ഒന്ന് സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ട് കയറിയതാണ്. അങ്ങനെ ബോട്ടിൽ കയറി. നല്ല കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല ഈ അമ്പലത്തിൻ്റെ മുന്നേ തന്നെ പോയിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റി. പിന്നെ അമ്പലമൊക്കെ നല്ല ഫുള്ളായിട്ടൊന്ന് കാണാൻ പറ്റുമല്ലോ. അത് ഭയങ്കര ഒരു കാഴ്ച തന്നെയാണ് കേട്ടോ ബോട്ടിലത്തെ യാത്ര. കാലുണ്ടോ വേറെ അങ്ങനെ ബോട്ട് യാത്രയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോകുന്നു കേട്ടോ. പകലൊന്നും അവിടെ പരിപാടിയൊന്നുമില്ല. പിന്നെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ ആകുമ്പോൾ ഞങ്ങൾ അവിടെ നേരത്തെ എത്തിയോണ്ട് തന്നെ പിന്നെ ഉച്ച വരെ ഒന്നും അവിടെ കാത്തു നിന്നില്ല കേട്ടോ. പിന്നെ ഭക്ഷണമൊക്കെ തിരക്കൊക്കെ കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് പുറത്തിറങ്ങുമ്പോഴേക്ക് സമയം ഒരുപാടാവും എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം തന്നെ തിരിച്ചു പോന്നിരുന്നേ. ഒരുപാട് കമ്മലും മാലയും വളയും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇങ്ങനെ ഫാൻസി ഐറ്റംസും പിന്നെ റിച്ചൂസിന് കളിപ്പാട്ടങ്ങൾ പിന്നെ നമ്മളെ പൊരി സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഭയങ്കര ഒരു എന്താ പറയുക, എല്ലാം കൂടി വാങ്ങണം എന്നായിപ്പോയിട്ടോ. പക്ഷേ എങ്കിലും എല്ലാം കൂടി ഒന്നും വാങ്ങാൻ പറ്റത്തില്ലല്ലോ. ഞാൻ കമ്മലൊക്കെ കുറേ നോക്കി കേട്ടോ. നല്ല റേറ്റ് ഉണ്ട്. 120, 130, 140 ഈ റേറ്റിലൊക്കെ ആണ് കേട്ടോ കമ്മലുകളുള്ളത്. ഞാൻ അത്ര റേറ്റിനൊന്നും വാങ്ങാറില്ല. സാധാരണ ഇതിലാണ് ഞാൻ വാങ്ങാറുള്ളൂ. അതുകൊണ്ട് ഞാൻ അവിടുന്ന് കമ്മലൊന്നും വാങ്ങിയില്ല കേട്ടോ. പിന്നെ ഞങ്ങൾ ചോളപ്പൊരി തേൻമുട്ടായി ഒക്കെ വാങ്ങി കേട്ടോ. പിന്നെ റിച്ചൂസിന് ഒരു തീവണ്ടി വാങ്ങി കേട്ടോ. അവന് തീവണ്ടി ഇല്ലായിരുന്നു. ബാക്കിയുള്ള ഒരു വിധ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അതൊന്ന് വാങ്ങിക്കൊടുത്തു. പിന്നെ ഞാനൊരു ക്രാബും പിന്നെ ഒരു മാല ചെറിയൊരു കമ്മലി ഒക്കെ വാങ്ങി കേട്ടോ. അവൾ തന്നെയാണ് പെങ്ങളും വാങ്ങിയത്. പിന്നെ അമ്മയ്ക്കൊരു കൃഷ്ണൻ്റെ വിഗ്രഹം വാങ്ങിയായിരുന്നു കേട്ടോ. അതൊന്നും ഞാൻ
വീഡിയോയിൽ കാണിക്കുന്നില്ല. അതൊക്കെ വാങ്ങി പിന്നെ ഞങ്ങൾ നേരെ തിരിച്ചു പോന്നു.